ഹലോ ഗൈസ്, ആറ്റം ഡിസൈൻസിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് UI/UX ഡിസൈനിങ്ങിനെ കുറിച്ചും അതുപോലെ ഗ്രാഫിക് ഡിസൈൻ UI/UX ഡിസൈൻ തമ്മിലുള്ള ഡിഫറൻസുകളെ കുറിച്ചും അതുപോലെ തന്നെ UI/UX ഡിസൈനിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകളെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്തത്. പ്രധാനമായിട്ടും ടൂളുകളിൽ നമ്മൾ ഫിഗ്മ, അഡോബ് XD പോലത്തെ ടൂൾസുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിലൊരു ടൂളായ ഫിഗ്മയെ കുറിച്ചാണ്. ഇൻട്രൊഡക്ഷൻ ഓഫ് ഫിഗ്മ. നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. നമുക്ക് ഫിഗ്മയിലോട്ട് പോകുവാൻ വേണ്ടി ക്രോമിൽ ഫിഗ്മ എന്ന് നമ്മൾ സെർച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഫിഗ്മയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ടായിരിക്കും. ദെൻ ഇതാണ് ഫിഗ്മയുടെ ഹോം പേജ്. ഇനി നമുക്ക് പുതിയൊരു ഡിസൈൻ ഫയൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിസൈൻ ഫയൽ എന്ന ബട്ടണിൽ അമർത്തി ഡ്രാഫ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ പുതിയൊരു ഡിസൈൻ ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിന് ഇനി അടുത്തതായിട്ട് നെയിം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അൺടൈറ്റിൽഡ് എന്ന സ്ഥാനത്ത് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് നെയിമാണ് കൊടുക്കേണ്ടത്, എക്സാമ്പിൾ UI/UX എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കുക. ദെൻ ഇതിൻ്റെ ഫയൽ നെയിം UI/UX എന്നായി. ഇവിടെ വളരെ കുറച്ച് ടൂൾസുകളാണ് ഈ പാനൽസുകൾ നമ്മൾ കാണുന്നത്. ഇവിടെ ഫിഗ്മയുടെ ഐക്കണുള്ള സ്ഥാനത്ത് ഫയൽ, എഡിറ്റ്, വ്യൂ, ഒബ്ജക്റ്റ്, ടെക്സ്റ്റ് പോലത്തെ ടൂൾസുകൾ നമുക്ക് കാണാം. ദെൻ അടുത്തതായിട്ട് മൂവ് ടൂളാണ്. മൂവ് ടൂള് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം, ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ക്യാൻവാസ് മൂവ് ചെയ്യാനാണ്. ദെൻ അടുത്ത ടൂളാണ് ഫ്രെയിം ടൂള്. ഫ്രെയിം ടൂള് നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സാമ്പിൾ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് റെസ്പോൺസീവ് ആയിട്ടുള്ള പല വിധത്തിൽ വേണം. അതായത് ഡെസ്ക്ടോപ്പും സൈസിൽ, അതുപോലെ സ്മാർട്ട് ഫോണിന്റെ സൈസിൽ, അതുപോലെ ഐപാഡ്, ടാബ്ലറ്റ് പോലത്തെ സൈസുകൾ നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് വേണ്ട ഡിസൈൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ബേസിക്കലി ഫോണിന്റെ ഡിസൈനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പോൾ ഇവിടെ ഫ്രെയിംസ് കൊടുക്കുമ്പോൾ ഫ്രെയിംസിൽ ഫോണ്, അതുപോലെ ടാബ്ലറ്റ്, ഡെസ്ക്ടോപ്പ്, പ്രസന്റേഷൻ പോലത്തെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അതിൽ ഫോണിന്റെ കാറ്റഗറീസ് എടുത്താൽ നമുക്ക് iPhone 14 and 15 Pro Max, അതുപോലെ iPhone SE, ആൻഡ്രോയിഡ് സ്മോൾ, ആൻഡ്രോയിഡ് ലാർജ് പോലത്തെ ഫോണുകളുടെ ഫ്രെയിമിന്റെ മെഷർമെന്റ് അറിയാം, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്. അതുപോലെ ഡെസ്ക്ടോപ്പ് നോക്കുകയാണെങ്കിൽ ഡെസ്ക്ടോപ്പ്, അതുപോലെ മാക്ബുക്ക് എയർ, മാക്ബുക്ക് പ്രോ പോലത്തെ സിസ്റ്റത്തിന്റെ മെഷർമെന്റുകൾ കാണാം. നമുക്ക് ഡെസ്ക്ടോപ്പിന്റെ സൈസ് എടുക്കാം. ഡെസ്ക്ടോപ്പിൽ ക്ലിക്ക് ചെയ്താൽ ഡെസ്ക്ടോപ്പിന്റെ ഫ്രെയിം ഈ ഒരു ഇന്റർഫേസിൽ വരുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് പരിചയപ്പെടേണ്ട ടൂൾ എന്ന് പറഞ്ഞാൽ ഷേപ്പ് ടൂളുകളാണ്. ഷേപ്പ് ടൂളുകൾ ബേസിക്കലി റെക്ടാങ്കിൾ, ലൈൻ, ആരോ, എലിപ്സ്, അതുപോലെ പോളിഗൺ, സ്റ്റാർസ് പോലത്തെ ടൂൾസുകളാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. ആൻഡ് ഇവിടെ താഴെ ഒരു ടൂൾ ഉണ്ട്, പ്ലേസ് ഇമേജ് ഓർ വീഡിയോ. അതായത് നമുക്കൊരു ഇമേജ് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇമേജുകൾ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ റെക്ടാങ്കിൾ എടുത്ത് ക്ലിക്ക് ചെയ്യുക. ദെൻ ഈ ഒരു ലെഫ്റ്റ് പാനലിൽ റെക്ടാങ്കിൾ കൊടുത്തപ്പോൾ അതുപോലെ ഡെസ്ക്ടോപ്പിന്റെ ഫ്രെയിം ഇവിടെ വന്ന്, അതുപോലെ റെക്ടാങ്കിൾ ഒരു ലെയർ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഈ റെക്ടാങ്കിളിന്റെ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് കാര്യങ്ങൾ, മെഷർമെന്റുകൾ കാര്യങ്ങൾ റൈറ്റ് സൈഡിലെ പാനലിലാണ് ഉള്ളത്. അതുപോലെ ഇതിന്റെ ഈ റെക്ടാങ്കിളിന്റെ എഡ്ജസ് നമുക്ക് കർവ്ഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ കർവ്ഡ് കോർണർ റേഡിയസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാം. അവിടെ നമുക്ക് ടോട്ടലി 4 സൈഡും ഒരുപോലെ ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു 10 എന്ന് കൊടുത്താൽ ചെറിയൊരു കർവായി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു സൈഡിൽ മാത്രം എക്സ്ട്രാ നല്ലൊരു കർവ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഒരു 15 കൊടുത്താൽ കണ്ടോ, ഇവിടെ റൈറ്റ് അപ്പർ സൈഡിൽ കുറച്ചും കൂടി കർവായിട്ടുണ്ട്. ഇതാണ് കോർണർ റേഡിയസ്, റെക്ടാങ്കിളിന്റെ കേസിൽ കോർണർ റേഡിയസ് എന്ന് പറയുന്നത്. അതുപോലെ ഒരുപാട് ഷേപ്പുകൾ ഈ ഷേപ്പ് ടൂളുകളുണ്ട്. അതുപോലെ അടുത്തൊരു ടൂളാണ് പെൻ ടൂള്. പെൻ ടൂള് എന്ന് പറയുന്നത് അതുപോലെ അഡോബ് XDയുടെ കേസിലാണെങ്കിലും പെൻ ടൂളുണ്ട്. അതുപോലെ അഡോബ് ഫോട്ടോഷോപ്പിലും നല്ലൊരു ഡൈനാമിക് ആയിട്ടുള്ള പെൻ ടൂളുണ്ട്. അത് തന്നെയാണ് നമുക്ക് ഫിഗ്മയിലും കിട്ടിയിട്ടുള്ളത്. നല്ലൊരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു പെൻ ടൂളുണ്ട്, അതുപോലെ പെൻസിൽ ടൂളുണ്ട്. അടുത്തതായിട്ട് ടെക്സ്റ്റ് ടൂളാണുള്ളത്. ടെക്സ്റ്റ് ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ടത് ടെക്സ്റ്റ് ചെയ്യാം. എക്സാമ്പിൾ ആയിട്ട് ആറ്റം ഡിസൈൻസ് എന്ന് ടെക്സ്റ്റ് ചെയ്യാം. ദെൻ ഇവിടെ ലെഫ്റ്റ് സൈഡിലെ ലെയർ പാനലിൽ നമുക്ക് ആറ്റം ഡിസൈൻസ് എന്ന് വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു ഫോണ്ടിന്റെ നമ്മൾ ടൈപ്പ് ചെയ്തതിന്റെ സൈസ് കൂട്ടാനും അതുപോലെ ഫോണ്ടുകൾ മാറ്റാനും റൈറ്റ് സൈഡിൽ അതിന്റെ മെഷർമെന്റ് കാര്യങ്ങളുണ്ട്. എക്സാമ്പിൾ ആയിട്ട് ഈ ഫോണ്ട് ഇൻട്രോ ആണ് ഇതിൽ കിടക്കുന്നത്, ഇൻട്രോ ആയിട്ടാണ്. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ജാക്ക്പോട്ട്
പോലത്തെ ഫോണ്ടുകൾ എടുക്കാം. അതുപോലെ ഇതിന്റെ സൈസിന് വേണ്ടി ഇവിടെ 12 ആണ് ഉള്ളത്. എക്സാമ്പിളായിട്ട് നമുക്കൊരു 64 എടുക്കാം. സോ ഇവിടെ സൈസ് കൂട്ടി വന്നിട്ടുണ്ട്. ദെൻ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഇത് ബ്ലാക്കിലാണുള്ളത്. ഇവിടെ ഫില്ലിൽ പോയിട്ട് റെഡ് ആക്കി റെഡായി. ദെൻ ഇതൊക്കെയാണ് ബേസിക്കലി ഇതിലുള്ള ടൂൾസ്. അതുപോലെ സ്ട്രോക്ക്, എഫക്ട്സ്, എക്സ്പോർട്ട് പോലത്തെ ടൂൾസുകളുണ്ട്. ദെൻ സ്ട്രോക്ക് കൊടുത്ത ഈ ഒരു ഫോണ്ടിന് സ്ട്രോക്ക് ആയിട്ട് വരുന്നതാണ്. ഇവിടെ ബ്ലാക്ക് ആണ് ഉള്ളത്. ബ്ലാക്ക് ഒരു വൈറ്റ് ആക്കിയാൽ വൈറ്റ് സ്ട്രോക്ക് ആയിട്ട് വരുന്നതാണ്. ദെൻ നമുക്ക് ബ്ലാക്കിലോട്ട് തന്നെ ആക്കാം, കാരണം ഫ്രെയിമിന്റെ കളർ വൈറ്റ് ആയതുകൊണ്ട് ബ്ലാക്ക് ആണ് കാണുക. ദെൻ ഇവിടെ സ്ട്രോക്കിന്റെ തിക്നെസ് നമുക്ക് കൂട്ടാം. അതുപോലെ ഔട്ട്സൈഡ്, ഇൻസൈഡ്, സെന്റർ പോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ദെൻ അടുത്തതായിട്ട് റൈറ്റ് സൈഡിന്റെ പാനലിലുള്ളത് എഫക്ട്സ് ആണ്. എഫക്ട്സിൽ ഡ്രോപ്പ് ഷാഡോ, അതുപോലെ ഇന്നർ ഷാഡോ, ലെയർ ബ്ലർ, ബാക്ക്ഗ്രൗണ്ട് ബ്ലർ പോലത്തെ എഫക്ട്സുകളുണ്ട്. ദെൻ അടുത്തതായിട്ട് എക്സ്പോർട്ട് ടൂൾ ആണുള്ളത്. എക്സ്പോർട്ട് PNG ആയിട്ട് ഇത് ഈ ഒരു ഫോണിൽ നമുക്കിപ്പോൾ PNG ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം. അതുപോലെ ഒരു ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് PNG ആയിട്ട്, അതുപോലെ JPG, SVG, PDF എന്നീ ഫയലുകളിലായിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. ദെൻ അടുത്തതാണ് പ്രോട്ടോടൈപ്പ്. പ്രോട്ടോടൈപ്പ് അതുപോലെ ഇവിടെ ഓട്ടോ ലേഔട്ട് പോലത്തെ ഒരുപാട് ഫീച്ചറുകളുണ്ട്. അത് നമുക്ക് വരും വീഡിയോകളിൽ ഉറപ്പായിട്ടും ഡിസ്കസ് ചെയ്യാം. ദെൻ അടുത്തതാണ് ഇവിടെ പ്രസന്റ്. നമ്മൾ ഒരു ഡിസൈൻ ചെയ്തത് പ്രസന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രസന്റ് ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ചെയ്ത ഡിസൈൻ പ്രസന്റ് ആയിട്ട് വരുന്നതാണ്. സോ നമ്മൾ ആറ്റം ഡിസൈൻസ് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ ഒരു വെബ്സൈറ്റിന്റെ ഡിസൈൻ, UI ഡിസൈൻ, അതുപോലെ ആപ്ലിക്കേഷന്റെ UI ഡിസൈൻ, ഇതൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്ത് പ്രസന്റ് കൊടുത്താൽ അതൊരു പ്രസന്റ് ആയിട്ട് വരുന്നതാണ്. ദെൻ ഇത്രയൊക്കെ ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ബേസിക്കലി ഫിഗ്മ എന്ന വെബ്സൈറ്റിന്റെ ഒരു ഡിസൈൻ ടൂളിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ഇതിന്റെ ഇന്റർഫേസിൽ കാണുന്ന ടൂൾസുകളും അതുപോലെ ലൈവ്സ്, പ്രസന്റ് ബട്ടൺ, അതുപോലത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. സോ ബാക്കി കണ്ടന്റുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.